24 ബ്രേക്കിംഗ്. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിനിടെ കേരളത്തിലെ ACCയുടെ രഹസ്യ നിരീക്ഷകർ എത്തി എന്നുള്ള വാർത്തയാണ്. 3 രഹസ്യ നിരീക്ഷകർ സംസ്ഥാനത്ത് എത്തും. പൊതുവികാരം വിലയിരുത്തി ഹൈക്കമാൻഡിന് റിപ്പോർട്ട് നൽകാനാണ് ഈ തീരുമാനം. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അലക്സ്, ഈ നിരീക്ഷകർ നിലവിൽ കേരളത്തിൽ തുടരുന്നു എന്നാണോ, അവർ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നാണോ, എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ്? പ്രവിധ, മുഖ്യമന്ത്രി പദത്തെ സംബന്ധിച്ച ഒരു തീരുമാനം ഹൈക്കമാൻഡിന് എടുക്കാൻ സാധിക്കുന്നില്ല. അന്തിമമായ ഒരു തീരുമാനം കൈക്കൊള്ളാൻ സാധിക്കാത്ത പശ്ചാത്തലത്തിലാണ് മറ്റു മാർഗങ്ങൾ കൂടി ഹൈക്കമാൻഡ് തേടുന്നത്. ഒന്ന്, വിശാലമായ ചർച്ച, അത് ഘടകകക്ഷി നേതാക്കളുമായുള്ള ചർച്ച, ഒപ്പം മുതിർന്ന നേതാക്കൾ KPCC മുൻ അധ്യക്ഷന്മാരുമായുള്ള കൂടിക്കാഴ്ചയ്ക്കും ഹൈക്കമാൻഡ് മുതിർന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ പൊതുവികാരം അറിയുന്നതിന് വേണ്ടി രഹസ്യ നിരീക്ഷകരെ കൂടി, സീക്രട്ട് ഒബ്സർവേഴ്സിനെ കൂടി കേരളത്തിൽ നിയോഗിച്ചിരിക്കുന്നു AICC എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേതാക്കൾക്കോ അണികൾക്കോ പോലും അതുമായി ബന്ധപ്പെട്ട വിവരമില്ല, ആരാണ് വന്നതിനെ സംബന്ധിച്ച് വിവരമില്ല. പക്ഷെ അവർ കേരളത്തിൽ എത്തിയിട്ടുണ്ട്. കേരളത്തിന്റെ പലയിടങ്ങളിൽ നിന്ന് അവർ പൊതുവികാരം കണക്കാക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. നേരത്തെയൊക്കെ ഈ മുഖ്യമന്ത്രി ചർച്ച അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഓരോ നേതാക്കൾക്ക് വേണ്ടി പോസ്റ്റർ യുദ്ധവും ഫ്ലെക്സ് യുദ്ധവും ഒപ്പം പ്രകടനവും ശക്തി പ്രകടനവും ഒക്കെ തെരുവുകളിൽ കണ്ടത്. പക്ഷെ അതെല്ലാം അവസാനിപ്പിക്കണമെന്ന് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം വന്നിരുന്നു. അതെല്ലാം സംഘടനാപരമായി തന്നെ ഓരോ നേതാക്കളും അവരുടേതായ രീതിയിൽ അത്തരം പ്രകടനങ്ങളും ഫ്ലെക്സ് യുദ്ധവുമായി മുന്നോട്ട് പോവുകയായിരുന്നു എന്നുള്ളതാണ് ഹൈക്കമാൻഡിന്റെ ഒരു ആകെ വിലയിരുത്തൽ. അതിനാൽ സംസ്ഥാനത്തെ പൊതുവികാരം എന്താണ്, കേരളത്തിൽ പൊതുവെ ജനങ്ങൾ ആരെയാണ്, ഏത് നേതാവിനെയാണ് തങ്ങളുടെ മുഖ്യമന്ത്രിയായി വരണം എന്നത് സംബന്ധിച്ച് ജനങ്ങൾ അംഗീകരിക്കുന്ന നേതാവാരാണ് തുടങ്ങിയ പൊതുവികാരം എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയാണ് ഈ രഹസ്യ നിരീക്ഷകരെ നിയോഗിച്ചിരിക്കുന്നത്. പൊതുവികാരം അറിയാൻ വേണ്ടിയാണ് സീക്രട്ട് ഒബ്സർവേഴ്സ് ഇപ്പോൾ എന്തായാലും കേരളത്തിലെത്തിയിരിക്കുന്നത്. അത് ആരാണെന്നോ എന്താണെന്നോ ആർക്കും അറിയില്ല. എന്തായാലും ഈ പ്രവർത്തകർക്കിടയിൽ സീക്രട്ടായി പോയി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ഹൈക്കമാൻഡിനെ അറിയിക്കും എന്ന് തന്നെയാണ് അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ അറിയിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.